വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഗേറ്റിനകത്തേക്ക് കയറുമ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ സംസാരിക്കണം. രണ്ട് പെൺമക്കളുടെ ജീവിതമാണ് പോകുന്നത്. എന്തെങ്കിലും ഒരു നാവിഴ വന്നാൽ അത് ശരിയാകില്ല എന്ന് പറയുമ്പോൾ സംസാരിക്കാതെ ഇരുന്നാലാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്ത് മുകളിൽ നിൽക്കുന്ന ശാലിനിയാണെങ്കിൽ ഇവരെ കാണുന്നുണ്ട്. അയ്യോ, ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവർ ഇത്ര പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ഓടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയത്ത് ഗോപാലകൃഷ്ണൻ സംസാരിച്ചുകൊണ്ടാണ് കയറുന്നത്. എന്താ രാഘവൻ നായരെ, മകൻ്റെ രണ്ടാം കല്യാണത്തിൻ്റെ കല്യാണ ചർച്ച നടക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരമാണ് അവർ കാണുന്നത് ഗോപാലകൃഷ്ണനെയും ശാരദാമ്മയും എല്ലാവരെയും ഒക്കെ, രോഹിത്തും പിള്ളയും പിന്നെ രാഘവൻ നായരും ഒക്കെ കാണുന്നത്. അന്നേരം ഗോപാലകൃഷ്ണൻ അകത്തേക്ക് വാ, ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ എന്ന് പറയുകയാണ്. അന്നേരം ഇരുന്ന് സംസാരിക്കാനൊന്നും അല്ല വന്നത്, ഇനിയിപ്പോൾ കയറി ഇരുന്നാലും സത്യാമ്മ എഴുന്നേക്കാൻ പറഞ്ഞാൽ അത് തടയാനായിട്ട് നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് മറുപടി ഇല്ലാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി ഓടി ഇറങ്ങി വരുന്നുണ്ട്. എന്താ അച്ഛാ, എന്താ അമ്മേ, എന്താ എത്ര പെട്ടെന്ന് ചോദിക്കുകയാണ്. അന്നേരം നിൻ്റെ അമ്മ വന്നു പറഞ്ഞു നിൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം കല്യാണം നടക്കുകയാണ്, അതൊന്ന് ചോദിക്കാൻ വന്നതാണ് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ശാലിനി നോക്കുമ്പോൾ അച്ഛന് നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു വഴക്കും ബഹളവും ഒന്നും വേണ്ട എന്നിങ്ങനെ ശാലിനി സംസാരിക്കുകയാണ്. അന്നേരം ഞങ്ങൾ വഴക്കിനും ബഹളത്തിനും ഒന്നും വന്നതല്ല എന്ന് പറയുന്നുണ്ട് ശാരദാമ്മ. അന്നേരം കുറുപ്പ് സാറ് പറയുകയാണ്, ഒരു ബന്ധം നിലനിൽക്കെ മറ്റൊരു കല്യാണം നടത്തുന്നത് നാട്ടിൽ പതിവുള്ളതല്ലോ, എങ്കിൽ പിന്നെ അതൊന്ന് ചോദിക്കാമെന്ന് കരുതി വന്നതാണ് എന്നിങ്ങനെ കുറുപ്പ് സാറും ശങ്കരിയേട്ടനും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇതൊന്നും വേണ്ട എന്നിങ്ങനെ ശാലിനി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവസാനം ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് ബന്ധപ്പെട്ട് ആരും വന്ന് തിരക്കിയില്ല എന്ന് നീ അവസാനം ഒരു ചോദ്യം വരരുതല്ലോ, ഇത് നിന്റെ ജീവിതമാണ് ഇരുട്ടിലാകാൻ പോകുന്നത്, അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ സമ്മതിക്കില്ല. സത്യാമ്മ ഒന്നിങ്ങോട്ട് ഇറങ്ങി വരണം, ഇവിടെ 5-6 പേര് കുറേ നേരമായിട്ട് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണൻ 2-3 തവണ സത്യാമ്മയെന്ന് വിളിക്കുമ്പോൾ സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അതിനു മുന്നേ ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മൾ ന്യായമായ ഒരു കാര്യത്തിനാണ് വന്നത്, ന്യായം നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോൾ എവിടെയും നിവർന്നു നിന്ന് സംസാരിക്കാം, ഏത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലായാലും എന്നൊക്കെ ഗോപാലകൃഷ്ണൻ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് സത്യഭാമയെ വിളിക്കുന്നതൊക്കെ. ഇതെന്താ എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങിലുള്ള ആളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭാമ വരുന്നത്. അന്നേരം ഞങ്ങൾ ന്യായമായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് വന്നത് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ സത്യഭാമ ആകെ കളിയാക്കി പുച്ഛഭാവത്തിലാണ് നിൽക്കുന്നത്. തുടർന്ന് പിള്ളയെന്ന് വിളിക്കുമ്പോൾ പിള്ള ഇങ്ങോട്ട് കസേര അങ്ങോട്ട് എടുത്തിട്ടിട്ട് തോളി കിടന്ന തോർത്തൊക്കെ ഇങ്ങോട്ട് 2 അടി അടിച്ച് ഇടുന്നുണ്ട്. അന്നേരം സത്യഭാമ അതിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ ഒരു അഹങ്കാര ഭാവം തന്നെയാണ്, അത് ബാക്കിയുള്ളവർക്ക് ആർക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. തുടർന്ന് എന്താണ് അജണ്ട എന്നിങ്ങനെ ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങൾ വന്നത് വിഷ്ണുവിന് രണ്ടാം കല്യാണം നടത്തുന്നു എന്നറിഞ്ഞു, അത് ചോദിക്കാനാണ് വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കേട്ടത് ശരിയാണ് എന്ന് പറഞ്ഞ ന്യായമായ കാര്യങ്ങൾ മാത്രമേ സത്യഭാമയുടെ വീട്ടിൽ നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കുറുപ്പ് സാർ പറയുന്നുണ്ട്, വേല് തന്നെ വിളവ് തിന്നാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അന്നേരം എടോ വാദ്യാരെ, താൻ പഠിപ്പിക്കുന്നിടത്ത് മതി ന്യായമൊക്കെ പറയേണ്ടത്, ഇത് സത്യഭാമയുടെ വീടാണ്, ഇവിടെ ന്യായമുള്ളതേ നടക്കൂ എന്നിങ്ങനെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമേ അവർക്ക് പറയാനുള്ളത് ന്യായമായിട്ട് സമാധാനമായിട്ട് നീ കേൾക്ക്, എന്നിട്ട് വിധി പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തുടർന്ന് സത്യഭാമ അവരോട് പറയാൻ പറയുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, വിഷ്ണു എങ്ങനെ ശാലിനി ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ വിഷ്ണു വീണ്ടും ഒരു കല്യാണം കഴിക്കും എന്നിങ്ങനെ രാഘവൻ നായരും ശാരദാമ്മയാണ് ചോദിക്കുന്നത്. അന്നേരം നിങ്ങൾ കേട്ടത് ശരിയാണ്, ദേ ഈ നിൽക്കുന്ന പെൺകുട്ടി കാർത്തിക, ഇവളാണ് വിഷ്ണു കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇവിടെ നിൽക്കുകയല്ലേ, അവൻ കെട്ടിയ താലിയല്ലേ ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ഭാര്യയായിട്ട് അവൾക്ക് കഴിയാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വിഷ്ണുവിനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിക്കുന്നത്, വിഷ്ണു കെട്ടിയ അതേ താലി തന്നെയാണ് കാർത്തികയുടെ കഴുത്തിലും കിടക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ വെളിയിലേക്ക് വന്ന് നിൽക്കുകയാണ് എല്ലാവരെയും നോക്കിക്കൊണ്ട്. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, വിവാഹം കഴിച്ചത് വിഷ്ണുവേട്ടനല്ലേ, അപ്പോൾ കഴിച്ചു എന്ന് പറയേണ്ടത് വിഷ്ണുവേട്ടനാണല്ലോ, വിഷ്ണുവേട്ടൻ പറയട്ടെ എന്നിങ്ങനെ ശാലിനിയും തല ഉയർത്തി നിന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ തല ഉനിച്ച് തന്നെ നിൽക്കുകയാണ്, ഒന്നും അങ്ങോട്ട് പറയുന്നില്ല. അന്നേരം സത്യഭാമ പറയുന്നുണ്ട്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ വിഷ്ണു, ശല്യങ്ങൾ മുറ്റത്ത് നിന്ന് ഒഴിഞ്ഞു പോട്ടെ എന്നിങ്ങനെ പറയുകയാണ്. പക്ഷെ അന്നേരവും വിഷ്ണു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് അകത്തേക്ക് കയറുന്ന ശാലിനി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലിങ്ങനെ മുറുകെ പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പറയ് വിഷ്ണുവേട്ടാ, സത്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു പറയും, നാടകം ഒന്ന് അവസാനിപ്പിക്കുക, ഇതുപോലൊരു അവസരം നമുക്ക് പിന്നീട് കിട്ടില്ല, പറയ് വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ അങ്ങോട്ട് നിർബന്ധിക്കുകയും പിടിച്ച് കുലുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ഇത് സത്യഭാമയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഭാമയാണെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ട് ശാലിനി അങ്ങോട്ട് പിടിച്ച് മാറ്റിയിട്ട് ചോദിക്കുകയാണ്, ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ, നീ പിന്നെ വിഷ്ണുവിനെ ഇട്ടേച്ച് പോയിട്ട് വല്ലവൻ്റെയും കൊച്ചിനെ ഇളിയിൽ തിരികെ കയറി വന്നതുപോലെയല്ല കാർത്തിക വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ
മുറിയിലേക്ക് കയറി വരുന്നത് അവൻ ഇഷ്ടപ്പെട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നത് തന്നെയാണ്. അതുകൊണ്ട് അവളെ തള്ളി പറയാനായിട്ട് അവന് സാധിക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ശാലിനി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനോട്, പറയും വിഷ്ണുവേട്ടാ പറയുന്നൊക്കെ. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ശ്രദ്ധിച്ച് വിഷ്ണു അങ്ങനെ തന്നെ നിശ്ചലനായിട്ട് തന്നെ അങ്ങ് നിൽക്കുകയാണ്. തുടർന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, നടക്കില്ല സത്യാമ്മേ, എൻ്റെ മകൾ ജീവിച്ചിരിക്കുമ്പോഴേ ഇവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാനും കല്യാണം കഴിച്ച് താമസിപ്പിക്കാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അല്പം മര്യാദ കാണിച്ചു എന്ന് കരുതി എൻ്റെ വീട്ടിൽ വന്ന കവല ചട്ടമ്പിത്തരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഈ സത്യഭാമ ആരാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയും ഗോപാലകൃഷ്ണ എന്ന് പറയുകയാണ്. പക്ഷേ അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുന്നില്ല. നിങ്ങൾ ആരാണ് സത്യാമ്മേ, ആരാണെന്നാണ് നിങ്ങളെ വിചാരം? നിങ്ങളിവിടെ എന്ത് സംഭവിപ്പിക്കാനാണ് പോകുന്നത്? ഇവിടെ പോലീസും കോടതിയും നിയമങ്ങളും ഒക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമയും പറയുകയാണ്, വരട്ടെ ഗോപാലകൃഷ്ണ, എങ്കിൽ പോലീസ് വരട്ടെ. പക്ഷേ പോലീസ് വരുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന് എല്ലാവരും ഉത്തരം അങ്ങോട്ട് പറഞ്ഞേ മതിയാകൂ. ഇവള് തിരിച്ചു വന്നപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നല്ലോ, നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി വളരുന്നുണ്ടല്ലോ, ആ കുട്ടിയുടെ അച്ഛൻ ആരാണ്? നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ അതിനുള്ള ഉത്തരമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് അന്തം വിടുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ തലയുയർത്തി ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ശാലിനിക്ക് കണ്ണീരൊക്കെ വരുന്നുണ്ട്. അന്നേരം ഉണ്ടോ, ആരുടെയെങ്കിലും കയ്യിൽ ഉത്തരമുണ്ടോ എന്ന് ഒന്നുകൂടി സത്യഭാമ എടുത്തെടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഉണ്ട്, ഉത്തരമുണ്ട് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. പക്ഷേ അന്നേരം ഗോപാലേട്ട വേണ്ട എന്നിങ്ങനെ ശാരദാമ്മ ഇങ്ങനെ തലയുണ്ട് ഇങ്ങനെ ആക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അങ്ങ് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അന്നേരം അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയുടെ കയ്യിൽ ഇങ്ങനെ കോർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, പറ ശാലിനി, കാര്യങ്ങൾ തുറന്ന് പറയ്, വ്യക്തമായിട്ട് പറയ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അന്നേരം സത്യഭാമ ഇങ്ങോട്ട് കളിയാക്കുകയാണ്. കണ്ടോ, അവളുടെ നാവ് അങ്ങോട്ട് ഇറങ്ങിപ്പോയോ, അവളുടെ കയ്യിൽ ഉത്തരമില്ല, ബന്ധുക്കളെയും കൂട്ടി വന്നിരിക്കുന്നു, ഉത്തരമില്ലാത്ത എൻ്റെ ചോദ്യത്തിന് ഉത്തരമില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ ഇങ്ങോട്ട് ആക്ഷേപിക്കുകയാണ്. അന്നേരം പിന്നെ വിഷ്ണു വീണ്ടും ഇങ്ങനെ ശാലിനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശാലിനി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് ഈ പ്രശ്നത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാർത്തിക് ഇവളുടെ പെട്ടി എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. തുടർന്ന് കാർത്തിക് അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, എന്താ മാമ, എന്താ നിൻ്റെ ഉദ്ദേശവും ചോദിക്കുകയാണ്. അന്നേരം ഈ പ്രശ്നത്തിന് ഇപ്പോൾ തന്നെ ഞാനൊരു പരിഹാരം ഉണ്ടാക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് പെട്ടി അങ്ങോട്ട് കാർത്തിക് കൊണ്ടുവയ്ക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ദേ ഇതിനകത്ത് നീ കൊണ്ടുവന്നത് എല്ലാം ഉണ്ടോ എന്ന് എണ്ണിപ്പിറക്കി നോക്കിയതിന് ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം, ഇറങ്ങിപ്പൊടി എന്നൊക്കെ അങ്ങ് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. അന്നേരവും ഗോപാലകൃഷ്ണൻ നടക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയാണെങ്കിൽ അതങ്ങോട്ട് വക വയ്ക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ കയ്യിലിങ്ങനെ ശാലിനിയുടെ കയ്യിലിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ വിഷ്ണു ചോദിക്കും തോറും ശാലിനിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് വാടി, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടി എന്നും പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ശാലിനിയെ ബലമായിട്ട് അങ്ങോട്ട് പിടിച്ച് മുറ്റത്തേക്ക് അങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് പെട്ടി എടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് വിളിച്ചുകൊണ്ട് പോടോ തൻ്റെ മോളെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരവും ഗോപാലകൃഷ്ണൻ സത്യഭാമയെ നിങ്ങൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഭാമയാണെങ്കിൽ അങ്ങോട്ട് കണക്കെടുക്കുന്നില്ല. തുടർന്ന് ഈ സമയത്ത് പിന്നെ പപ്പി മോളാണെങ്കിൽ അകത്തുനിന്ന് ഓടി ഇറങ്ങി വന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ചേച്ചിയമ്മയെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ശാലിനിയെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുകയാണ്. എന്നെ വിട്ടിട്ട് പോവല്ലേ ചേച്ചിയമ്മയെ, പപ്പിയോളെ വിട്ടിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് കരയുമ്പോൾ സത്യഭാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാർത്തികയെ അവളെ അങ്ങോട്ട് പിടിച്ചു മാറ്റി എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് കാർത്തിക വന്ന് പപ്പിയെ പിടിക്കുന്നുണ്ട്. സത്യമ്മ പറഞ്ഞത് കേട്ടില്ലേ, ഇങ്ങോട്ട് മാറ് മോളെ, ഇങ്ങോട്ട് മാറ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നേ ആണെങ്കിൽ പിന്നെ ശാലിനി സത്യഭാമ ആകെ ദേഷ്യപ്പെടുമ്പോൾ സത്യമ്മ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അന്നേരം നീ മിണ്ടാതിരുന്നോളണം, നാ വടക്കിക്കൊള്ളണം, നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്, ഇനി നിനക്കും ഇറങ്ങി പോകണമെങ്കിൽ നിനക്കും ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. ഇനിയും ഇവരിവിടെ നിന്ന് നാ വാടിയാൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ശാലിനിയെ പിടിച്ചിങ്ങനെ മുറ്റത്തേക്ക് തള്ളുന്നതൊക്കെ. തുടർന്ന് പപ്പിമോളെ കാർത്തിക് ഇങ്ങോട്ട് ബലമായിട്ട് പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പപ്പി ആകെ ശാലിനിയെ വട്ടം ചുറ്റി പിടിച്ചങ്ങോട്ട് കരയുകയാണ്. ഈ കരച്ചിൽ കാണുമ്പോൾ വിഷ്ണുവിനും രാഘവൻ നായർക്കും ഒക്കെ പൊന്നിക്കും രോഹിത്തിനും ഒക്കെ ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട്. തുടർന്ന് കാർത്തിക ബലമായിട്ട് ഇങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ പപ്പി കാർത്തികയുടെ കയ്യിലേക്കും കടിക്കുകയാണ്. അന്നേരം സത്യമ്മ എന്നെ പപ്പി കടിച്ചു, പപ്പിമോൾ കടിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കായോ എന്നും പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് പപ്പിയെ പിടിച്ചു മാറ്റുകയാണ്. പക്ഷെ അന്നേരവും പപ്പി ശാലിനിയെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ചേച്ചിയമ്മ എന്നെ വിട്ടിട്ട് പോവല്ലേ, പപ്പിമോളെ ഇട്ടിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് കരയുകയാണ്. ശാലിനിക്കും ശാരദാമ്മയ്ക്കും ഗോപാലകൃഷ്ണൻ എല്ലാവർക്കും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ആകെ അങ്ങ് സങ്കടം വരുന്നുണ്ട്.
വരുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ ബലമായിട്ട് പപ്പമോളെ പിടിച്ച് അങ്ങോട്ട് മാറ്റുകയാണ്. എന്നിട്ട് വിളിച്ചുകൊണ്ട് പോടോ തൻ്റെ മോളെ എന്നിങ്ങനെ വീണ്ടും ഗോപാലകൃഷ്ണനോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം പറയുന്നുണ്ട് സത്യഭാമ ഇതിനൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുമ്പോൾ പോടോ എന്നും പറഞ്ഞ് വീണ്ടും സത്യഭാമ അങ്ങ് ആക്രോശിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിഷ്ണുവിൻ്റെ കല്യാണം നടത്തുകയാണെങ്കിൽ എൻ്റെ ശവത്തി ചവിട്ടിക്കൊണ്ടേ നിങ്ങൾ കല്യാണം നടത്തൂ, അല്ലാതെ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഞാൻ അതും ചെയ്യും, അതിന് എനിക്ക് ഒരാൾ മാത്രം മതി എൻ്റെ കൂട്ടിന്, എൻ്റെ മകൻ വിഷ്ണു എന്നിങ്ങനെ ഭാമ ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി പിടിക്കുന്ന വിഷ്ണു ആണെങ്കിൽ ആ സത്യഭാമ ഇരുന്ന ആ തടി കസേര ഉണ്ടല്ലോ അതങ്ങോട്ട് വലിച്ചു നീക്കി ഒരു ഒറ്റ എറിയങ്ങോട്ട് എറിയുകയാണ്. എന്നിട്ട് വിഷ്ണു ദേഷ്യത്തോടെ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അന്നേരം രാഘവന്നാരടാ മോനെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു മൈൻഡ് ചെയ്യുന്നില്ല, വിഷ്ണു കയറി പോവുകയാണ്. തുടർന്ന് ഭാമ ഇവരോട് ഇറങ്ങി പോകാൻ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ ഇവരെയും വിളിച്ചുകൊണ്ട് ശാലിനിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങുകയാണ്. അന്നേരം കുറുപ്പ് സാർ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണൻ നമുക്കിപ്പോൾ പോകാം, പിന്നീട് എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. ശാരദാമ്മയും പറയുന്നുണ്ട് നമുക്കിപ്പോൾ പോകാം എന്നുള്ളത്. തുടർന്ന് അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ആ പെട്ടി കൂടി എടുത്തുകൊണ്ട് പോടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പിള്ളയാണെങ്കിൽ നേരത്തെ പെട്ടിയെടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിള്ള ആകെ സങ്കടത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതൊക്കെ. അന്നേരം ശങ്കരേട്ടനാണെങ്കിൽ ആ പെട്ടി വന്നെടുത്തിട്ട് ഇവരുടെ പിന്നാലെ പോവുകയാണ്. അന്നേരം ആകെ വിഷമിച്ചാണ് ശാലിനി പോകുന്നത്. ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ അതേ അവസ്ഥയിൽ പപ്പി അങ്ങ് നോക്കി ചേച്ചിയമ്മേ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അവളുടെ ഒരു ചേച്ചിയമ്മ ഇങ്ങോട്ട് വാടിയെന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ച് വലിച്ച് അങ്ങ് അകത്തേക്ക് സത്യഭാമ കൊണ്ടുപോവുകയാണ്. അന്നേരം ഭാമയെന്നൊക്കെ രാഘവൻ നായർ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ആരും മൈൻഡ് ചെയ്യാനായിട്ട് പിറകെ കാർത്തികയും ദേഷ്യത്തോടെ പോവുകയാണ്. രാഘവൻ നായർ കാർത്തികയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. പക്ഷേ കാർത്തിക ഭാമയുടെ പിന്നാലെ അങ്ങ് വച്ചുപിടിക്കുകയാണ്. എല്ലാവരുടെയും സങ്കടങ്ങളും കണ്ണീരും ഒക്കെ കണ്ടിട്ട് രാഘവൻ നായർക്ക് അങ്ങ് വിഷം വരികയാണ്. സുഹൃതക്ഷയം അല്ലാതെ എന്താ പറയുക എന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് രാഘവൻ നായർ രോഹിത്തിനോട് എന്ന പോലെയാണ് പറയുന്നത്. എന്നാൽ രോഹിത്തും പിള്ളയും പൊന്നും ഒക്കെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ആകെ ദേഷ്യത്തിൽ അകത്തേക്ക് പോകുന്ന മുകളിലേക്ക് കയറി പോകുന്ന വിഷ്ണു ആണെങ്കിൽ പൂജാമുറിയിൽ ചെന്ന ദൈവങ്ങളുടെ പടത്തിൽ മൊത്തം നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ആ ശാലിനിയെ തൻ്റെ കയ്യിൽ നിന്നും സത്യഭാമയാണെങ്കിൽ പിടിച്ചു വലിച്ച മുറ്റത്തേക്ക് തള്ളിയതും ആ ശാലിനിയുടെ കൈ ഇങ്ങനെ വിട്ടതൊക്കെ ആ ഒരു സീനൊക്കെ ഉണ്ട്. ശാലിനി അങ്ങോട്ട് ഭാമ നേരത്തെ പിടിച്ചു മാറ്റുമ്പോൾ വിഷ്ണു ബലമായിട്ട് തന്നെ പിടിക്കുന്നുണ്ട്, വിടാത്ത വിധം. പക്ഷേ ഭാമ ബലമായിട്ടാണ് പിടിച്ചു മാറ്റുന്നവരെ. ആ ഒരു സീൻ ആലോചിക്കുമ്പോഴും ശാലിനിയെക്കുറിച്ച് പറഞ്ഞതും ശാലിനി തന്നോട് സത്യം പറയാൻ പറഞ്ഞതും ഒക്കെ ഓർക്കുന്ന വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടം വരികയാണ്. വിഷ്ണുവും കരയുന്നുണ്ട്. തുടർന്ന് കുറേ നേരം നോക്കിക്കൊണ്ട് ആ കൃഷ്ണവിഗ്രഹത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്ന ശേഷം വിഷ്ണു ആണെങ്കിൽ താലത്തിരിക്കുന്ന കർപ്പൂരം ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ആ വിഷ്ണു കർപ്പൂരം എടുത്ത് തൻ്റെ വലത് കയ്യിലെ ഉള്ളം കയ്യിലേക്ക് വച്ചിട്ട് ആ വിളക്കിലെ തിരിയിൽ നിന്നും വേറൊരു കർപ്പൂരം എടുത്ത് കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ദൈവത്തിന് ആ പടങ്ങൾക്ക് നേരെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് എനിക്ക് തുറന്നു പറയാനായിട്ട് സാധിച്ചില്ല ശാലിനി, എനിക്കിതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു, തന്നെ കൊണ്ട് സത്യം പറയിക്കാൻ വേറെ വഴിയില്ല, വിഷ്ണു ഇല്ലാതെ ശാലിനി ഇല്ല, ഈ സങ്കടം എനിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രണ്ട് കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഈ സമയത്ത് പപ്പിയാണെങ്കിൽ താഴേക്ക് നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ ഇത് കാണുകയാണ്. എന്നിട്ട് വിഷ്ണു വെച്ചാൽ എന്തായി കാണിക്കുന്നത്, കൈ പൊള്ളം, താഴെ ഇട് എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ബലമായിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. കുട്ടിയെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് ആരെങ്കിലും ഒന്ന് ഓടി വരണേ സത്യാമ്മേ, അതേ വിഷ്ണു അച്ഛൻ്റെ കൈ പൊള്ളുന്നു എന്നും പറഞ്ഞിങ്ങനെ കുട്ടിയുടെ ഒന്ന് നിലവിളിക്കുകയാണ്. ഈ സമയത്ത് കാർത്തികയും ഭാമയും കൂടി മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് അയ്യോ മോനെ എന്നും പറഞ്ഞ് ഭാമ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ ആരെയും ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു അതിങ്ങനെ പിടിച്ച് ആ കത്തിച്ചിരിക്കുന്ന കർപ്പൂരവും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ വിഷ്ണു ഇങ്ങനെ ആ പടത്തിലേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ്. ഇത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം സത്യഭാമ വന്ന് തട്ടിയൊക്കെ കളയും. അതിനുശേഷം വിഷ്ണുവിന് ആകെ അങ്ങ് സങ്കടമാവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് വിഷ്ണു ശാലിനി റീമേക്കിലാണെങ്കിൽ വിഷ്ണു ശാലിനിയെ ഫോൺ ചെയ്യും, ശാലിനി കോൾ അറ്റൻഡ് ചെയ്യും. പക്ഷേ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കില്ല. പക്ഷേ മനസ്സുകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ്, അങ്ങനെ ഒരു സീനുണ്ട്. പക്ഷേ പ്രൊമോയിൽ വന്നതുപോലെ വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാലിനി കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള ശ്രമത്തിലാണ്. അതിന് പറയുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ കാണാം. ഓക്കെ, താങ്ക് യു.